നമസ്കാരം. പറഞ്ഞാൽ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്തിൽ ചെയ്യുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരത്തിൽ വന്നതിന് ശേഷം സൂപ്പർ സസ്പെൻസുകളാണ് ഇപ്പോഴും നടക്കുന്നത്. ട്രംപ് ഇപ്പോൾ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരെത്തും പിടിയും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ട്രംപിനെ ലോകം പേടിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നതും വ്യക്തമാണ്. നിന്നെ പാഠം പഠിപ്പിക്കുമെന്ന കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് പറഞ്ഞു. അടുത്ത ദിവസം ട്രൂഡോ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തായി. കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് സെലസ്കിയെ വാഷിംഗ്ടണിലേക്ക് വിളിച്ചു വരുത്തി ലോക മാധ്യമങ്ങൾ കണ്ടു നിൽക്കെ നിർത്തിപ്പൊരിച്ചു. നിവൃത്തിയില്ലാതെ സെലസ്കി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അനധികൃത കുടിയേറ്റക്കാർ വിറയ്ക്കുകയാണ്. ലോകമെമ്പാടു നിന്നും ഉള്ളവരെ അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ നാടുകടത്തുകയാണ്. ഇതിനൊക്കെയിടയിൽ ഇപ്പോഴിതാ ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ഇന്നത്തെ രാത്രി വമ്പൻ രാത്രിയായിരിക്കുമെന്നാണ് കുറിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ലോകമാകെ നെഞ്ചിടിപ്പോടെ ഇന്നത്തെ രാത്രിക്ക് കാത്തിരിക്കുകയാണ്. അതേസമയം യുദ്ധം പ്രഖ്യാപിക്കാനുള്ള മുന്നൊരുക്കമാണോ ഇതെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ഇതുകൂടാതെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലെ തർക്കത്തിൽ സെലസ്കിയുമായി ഉടക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഒടുവിൽ പ്രതികാര നടപടിയുമായി രംഗത്തെത്തിയതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. യുക്രൈനുള്ള എല്ലാ സാമ്പത്തിക ആയുധ സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ച് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. സെലസ്കിയുമായുള്ള ഉടക്കിന് പിന്നാലെയാണ് ഈ തീരുമാനം. റഷ്യയുമായുള്ള യുദ്ധം തീർക്കാനായി പ്രശ്നപരിഹാരത്തിനായി സെലസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നാറ്റോ സഖ്യത്തിനും യുക്രൈന് പിന്തുണയുമായി എത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ്. അമേരിക്ക യുക്രൈന് സഹായം നൽകുന്നത് നിർത്തുന്നത് റഷ്യയ്ക്കാണ് ഗുണകരമായി മാറുക. നേരത്തെ സെലസ്കിയെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രംപ് പോസ്റ്റുമിട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വില കുറച്ച് കാണരുത്. ഈ കളിയിൽ അദ്ദേഹം എല്ലാവരെക്കാളും 10 ചുവടുകൾ മുന്നിലാണ്. ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് സാമൂഹിക മാധ്യമമായ ട്രൂത്തിൽ പങ്കുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മാസ്റ്റർ ചെസ് കളിക്കാരനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലെ ബെൽസൺ ഷീറ്റ് ചാറ്റ് ഗ്രൂപ്പിലെ ഒരു അംഗം എഴുതിയ പോസ്റ്റാണ് ട്രംപ് പങ്കുവച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കിക്ക് ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിക്കുക അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പോസ്റ്റിൽ ഊന്നി പറയുന്നു. യുഎസിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ ട്രംപ് യഥാർത്ഥത്തിൽ യുക്രൈനെ സംരക്ഷിക്കുകയാണെന്നും പോസ്റ്റ് പറയുന്നു. ധാതു കരാർ ചർച്ച ചെയ്യുന്നതിലൂടെ യുക്രൈന്റെ ഖനന വ്യവസായത്തിൽ അമേരിക്കക്കാർ ഉൾപ്പെടുമെന്ന് ട്രംപ് ഉറപ്പാക്കുമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈൻ ഖനനത്തിൽ US ഉൾപ്പെട്ടതോടെ റഷ്യ അധിനിവേശത്തിൽ നിന്നും തടയും. യുക്രൈനെ ആക്രമിക്കുന്നത് അമേരിക്കൻ ജീവൻ അപകടത്തിലാക്കുന്നതും അത് അമേരിക്കയെ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുമെന്നാണ് റഷ്യ പിന്മാറ്റത്തിന് പ്രേരിപ്പിക്കുകയെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇനി എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.